മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നങ്ങളെ പറ്റിയാണ്. മുസ്ലിം ലീഗും സമസ്തയും അടുത്ത കാലത്തായിട്ട് വലിയ രീതിയിലുള്ള വിഭാഗീയതയാണ് രണ്ട് സംഘടനകളും തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് മുസ്ലിം ലീഗിലെ സാദിഖ് അലി തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലിസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആദ്യമായിട്ട് വിഷയങ്ങൾ ഉണ്ടായത്. അതിനു മുമ്പ് തന്നെ CIC-യുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം സാദിഖ് അലി തങ്ങളെ പരാമർശിച്ചുകൊണ്ട് മുക്കം ഉമർ ഫൈസി നടത്തിയ ചില പ്രസ്താവനകളും അതിനെ തുടർന്നുണ്ടായ ചർച്ചകളും അതിനെ തുടർന്നുണ്ടായ വാക്പോരും സോഷ്യൽ മീഡിയ വാക്പോരും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇതിനെയൊക്കെ അവസാനം എന്നോണം കഴിഞ്ഞ ദിവസം സാദിഖ് അലി തങ്ങളും അതുപോലെ തന്നെ സമസ്തയുടെ പ്രസിഡന്റായ ജിഫ്രി തങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഒരു സമവായ ചർച്ച നടത്തുകയും ആ ചർച്ചയിലൂടെ മാപ്പടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഉമർ ഫൈസി മുക്കവും ഹമീദ് ഫൈസി അമ്പലക്കടവും അടക്കമുള്ള സമസ്തയുടെ നേതാക്കൾ മാപ്പ് പറയണമെന്നുള്ള ആവശ്യമാണ് സാദിഖ് അലി തങ്ങളും മുസ്ലിം ലീഗും PK കുഞ്ഞാലിക്കുട്ടിയും അടങ്ങുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഈ സംഭവ വികാസങ്ങൾ എത്തപ്പെട്ടു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടക്കുകയും ചർച്ചയ്ക്ക് ശേഷം സാദിഖ് അലി തങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഇത് ഞങ്ങളോട് മാത്രം പറഞ്ഞാൽ പോരാ, ഇത് പൊതുസമൂഹത്തോടു കൂടി നിങ്ങൾ പറയേണ്ടതുണ്ട്. കാരണം നിങ്ങൾ പൊതുസമൂഹത്തോടാണ് ഇത് വിളിച്ചു പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അടുത്ത് തന്നെയാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്. അതായത് കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് കേക്ക് കഴിച്ച സാദിഖ് അലി തങ്ങൾ വലിയ ഇസ്ലാമികപരമായി തെറ്റായ കാര്യമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞത്. അതിനുശേഷം അതിന് മറുപടിയായി സാദിഖ് അലി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ എവിടെ പോയാലും അവിടുത്തെ ആളുകൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തരും, അതിന്റെ കാര്യങ്ങൾ നോക്കിയല്ല, അത് സ്നേഹത്തോടു കൂടി വാങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യമാണ് അതിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വാങ്ങലുകൾക്ക് തെറ്റില്ല എന്നുള്ള ഒരു ഇതാണ്. അതായത് ക്രിസ്മസ് കേക്ക് കഴിക്കുന്നതിൽ ഒരു പ്രശ്നം കാണേണ്ടതില്ല ഇസ്ലാമികപരമായിട്ട്. അത് നമുക്ക് സ്നേഹത്തോടെ തരുന്നതാണ്. നമ്മൾ പോകുന്ന ഇടങ്ങളിലൊക്കെ അത്തരം സ്നേഹത്തോടു കൂടി നമ്മളോട് ചില കാര്യങ്ങൾ തരാറുണ്ട്, നമ്മളത് ഭക്ഷണമായി സ്വീകരിച്ചുകൊണ്ട് കഴിക്കാറുമുണ്ട് എന്നാണ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അതിനുശേഷമാണ് അതിന്റെ പേരിൽ നിരവധി വിഷയങ്ങൾ ഉണ്ടാവുകയും സോഷ്യൽ മീഡിയയിൽ ഇരു വിഭാഗങ്ങളും വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾക്ക് കാരണമാവുകയും ചെയ്തു. ഈ ഒരു ദിവസം, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു സമവായ ചർച്ച എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നടന്നത്. അങ്ങനെ ആ കാര്യങ്ങൾ നടന്നതിന് ശേഷം സാദിഖ് അലി തങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം, പത്രക്കാരോടൊപ്പം പറഞ്ഞിട്ടുള്ള കാര്യം എന്നുള്ളത്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കൃത്യമായിട്ട് നിങ്ങൾ ഇത് പൊതുസമൂഹത്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്കെതിരെയുള്ള വിമർശനങ്ങൾ എന്നോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ മാപ്പ് പറയണം, നിങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ പറയാൻ തയ്യാറാകണമെന്നാണ്. എന്നാൽ ഇതിനുശേഷം പുറത്തു വന്ന ഉമർ ഫൈസി മുക്കം അടക്കമുള്ള സമസ്തയുടെ നേതാക്കളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ മാപ്പ് പറയൂ എന്നും വ്യക്തികളോട് മാപ്പ് പറയില്ല എന്നുള്ള ഉത്തരമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതായത് പരസ്യമായ മാപ്പ് പറയലുകൾക്ക് തയ്യാറായില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം ഇന്ന് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയും ആ വാർത്താക്കുറിപ്പിലൂടെ തന്നെ ഇത്തരം വിഷയങ്ങളിലെ വിവാദ വിഷയങ്ങളിലെല്ലാം പരസ്യമായ ഒരു ഖേദപ്രകടനം എന്നുള്ള രീതിയിലുള്ള വാർത്താ കുറിപ്പാണ് ഇറക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് രണ്ട് ആളുകൾ, അതായത് ഈ ഹമീദ് ഫൈസി മുക്കം ഉമർ ഫൈസിയും ഹമീദ് ഫൈസി അമ്പലക്കടവും ഒക്കെ CPM-നെ പിന്തുണക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പിന്തുണക്കുന്ന ആളുകളാണെന്നും ഇടതുപക്ഷ ലൈൻ സ്വീകരിക്കുന്ന നേതാക്കളാണെന്നും ഇവർ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെന്നും അതുകൊണ്ട് കൂടിയാണ് CPM-ന്റെ സഹകരണത്തോടു കൂടിയാണ് സമസ്തയിൽ ഇത്തരം വിഭാഗീയത പ്രവർത്തനം നടത്തുന്നതെന്നും മുസ്ലിം ലീഗുമായിട്ടുള്ള ഈ വിഷയങ്ങളിൽ ഇവർ സാദിഖ് അലി തങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഇവർ CPM അനുകൂല ആളുകളാണ് എന്നുള്ള സമീപനമാണ് വിവിധ മുസ്ലിം ലീഗിന്റെ ആളുകൾ പല സമയത്തായി സ്വീകരിച്ചിരിക്കുന്നത്. അവരുടെ അണികൾ സോഷ്യൽ മീഡിയയിലൂടെ അത്തരം കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നുള്ളത്. ഏതായാലും
ഇതിന്റെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് കടന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഏതായാലും ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം പാണക്കാട് സാദിഖലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പത്രമാധ്യമങ്ങളെ കാണുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം കണ്ടു നോക്കാം. സമസ്ത പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ, ഞാനും കുഞ്ഞാലി സാഹിബും. അപ്പോൾ 2 ദിവസം മുമ്പ് തന്നെ ജിഫ്രി തങ്ങൾ പറഞ്ഞു നമുക്ക് എല്ലാവരും കൂടിയിരുന്ന് ഒന്ന് സംസാരിക്കണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ജിഫ്രി തങ്ങൾ വന്നു. ഒപ്പം നമ്മുടെ അമിത് ഫൈസിയും മുക്കം ഫൈസിയൊക്കെ ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നടന്നു. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നമ്മളോട് മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങൾക്കിപ്പോൾ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ടാവും, കാരണം എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരണം എന്നൊക്കെ അവർ പറഞ്ഞു. ആയിക്കോട്ടെ, ഞാനതൊക്കെ കേട്ടിരുന്നു. ഇപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞത് നമ്മളോട് പറഞ്ഞാൽ പോരാ, ഇത് പൊതുസമൂഹത്തോടാണ് പറയേണ്ടത്, കാരണം നിങ്ങൾ പുറത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതൊന്നും എന്നോട് പറഞ്ഞതല്ല, പുറത്ത് വേദികളിലും പ്രസംഗത്തിലൂടെയൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത് പുറത്ത് തന്നെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പിരിഞ്ഞത്. അപ്പോൾ അവർ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഞങ്ങൾ അവർ പത്രസമ്മേളനം നടത്തി. പക്ഷേ ഞങ്ങളുടെ ആ സംസാരത്തിൻ്റെ ആ ഒരു അവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതായിരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. ആ സംസാരത്തിൻ്റെ ഒരു അന്തസ്സത്തൊക്കെ മനസ്സിലാക്കണമല്ലോ. അത് മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹത്തോട് അവരത് തുറന്നു പറയേണ്ടതായിരുന്നു. പക്ഷേ ആ രീതിയിലുള്ളൊരു സംസാരമല്ല അവരിൽ നിന്നുണ്ടായത് എന്ന സംസാരം കേട്ടപ്പോൾ നമുക്ക് പറയണമല്ലോ, അതായത് എല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി കുറവാണ് പാണക്കാട് സാദിഖലി തങ്ങൾ പറയുന്നുള്ളത്. അവർ പറയുന്ന കാര്യങ്ങളിൽ അവർ 2 പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒന്ന്, പാണക്കാട് സാദിഖലി തങ്ങൾ കാളിയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ്. അത് മുക്കം ഉമർ ഫൈസിയാണ് അത്തരം വിമർശനം നടത്തിയത്. മറ്റൊന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ് നടത്തിയിരിക്കുന്ന ഈ കേക്ക് പരാമർശമാണ്. ക്രിസ്മസിന് കേക്ക് മുറിച്ച് ആ ആഘോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് കേക്ക് കഴിച്ചത് ഒരു മഹൽ ഖാദി അടക്കമുള്ള സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളാണ് എന്നുള്ളതാണ്. അതിലെ ഇസ്ലാമിക കാര്യങ്ങളാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇത്തരം കാര്യങ്ങളാണ് ഈ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായ പാണക്കാട് സാദിഖലി തങ്ങളുടെ ആവശ്യം എന്നുള്ളത്. ഏതായാലും മുക്കം ഉമർ ഫൈസി ഈ ഒരു ചർച്ചയ്ക്ക് പുറത്തിറങ്ങിയതിനു ശേഷം പത്രക്കാരോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പണ്ടേ അങ്ങനെയാണല്ലോ, അത് ആ നിലക്കന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അടിയന്തര ചർച്ച നേതൃത്വത്തിലായിരുന്നു. എല്ലാ പ്രശ്നവും പൂർണ്ണമായി പരിഹരിച്ചു. എല്ലാ പ്രശ്നവും പരിഹരിച്ചെന്ന് പറഞ്ഞൂടാ, നമ്മൾ തങ്ങൾക്കുള്ള വശമുണ്ടായ സംഗതികൾ പരിഹരിച്ചു. തങ്ങൾ അവിടെ പോയി എന്താണ് സംസാരിച്ചത്, എന്തൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായിട്ട് ചർച്ചയ്ക്ക് ഉയർന്നു വന്നത്? അങ്ങനെ പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്. നമ്മൾ തങ്ങൾക്ക് വിഷമുണ്ടായ വിഷയങ്ങളുടെ ഒരു വിശദീകരണം കൊടുത്തു. അത് തെറ്റിദ്ധാരണകൾ പരത്താനും ചില ആൾക്കാരൊക്കെ ഉള്ളിൽ കൂടെ ശ്രമിച്ചതിന്റെ ഫലമായിട്ടൊക്കെ ഉണ്ടാകുന്നതാണത്. പിന്നെ കാര്യമായിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കി നിങ്ങൾ ചാനലുകാർ തന്നെയാണ്. ചാനലുകാർ കൊടുത്തതാണ് ഏറ്റവും തെറ്റിദ്ധാരണ ഉണ്ടായത്. ആര് നമ്മളോ? അങ്ങനെ കേത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക്. പിന്നെ തങ്ങൾക്കും ഇങ്ങോട്ടും കേതല്ല, അങ്ങോട്ടും കേതൊന്നുമില്ല. നമ്മൾ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ തമ്മിൽ എന്താ വിഷയം ഉണ്ടായിട്ട് പറഞ്ഞു തീർന്നാൽ തീർന്നില്ലേ, എത്രയല്ലേ ഉള്ളൂ. തുറന്ന് പറയാം. ആര് മാപ്പ് അള്ളഹാനോടാ പറയാ. ഞങ്ങൾ അള്ളാഹുവിനോടല്ല വേറെ ആളും പറഞ്ഞാൽ ഞങ്ങൾ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളഹാനോട് പറയലാണ്. വേറെ ഒരാളോട് നമ്മൾ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തെറ്റും ചെയ്യാറില്ല. ഈ മാധ്യമങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്തെ ഈ പൊതുമധ്യത്തിൽ ഇതാണ് മുക്കം ഉമർ ഫൈസി ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം, അതായത് ജിഫ്രി തങ്ങളും പാണക്കാട് സാദിഖലി തങ്ങളുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇതിനെപ്പറ്റിയാണ് സാദിഖലി തങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്. സാദിഖലി തങ്ങളെ പറ്റിയിട്ടുള്ള പരാമർശങ്ങൾ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് സാദിഖലി തങ്ങളുടെ ആവശ്യം എന്തുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോഴേ അതിന്റെ ഏറ്റവും പര്യവസാനമായിട്ട് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് കണ്ടു നോക്കാം.
സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ പരാമർശങ്ങളിൽ ലീഗിന് വഴങ്ങി സമസ്തയിലെ CPM അനുകൂല നേതാക്കൾ. വിവാദ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് ഉമർ ഫൈസിയും ഹമീദ് ഫൈസിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പരസ്യമായി അറിയിച്ചു. സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും നിലപാട് കടുപ്പിച്ചതിനു പിന്നാലെയാണ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കി നേതാക്കളുടെ ഖേദപ്രകടനം. ഐക്യത്തിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്നും ഇവർ വ്യക്തമാക്കി. ചില പ്രസംഗങ്ങളിലുള്ള പരാമർശങ്ങൾ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ചാണെന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും നേതാക്കൾ ആരോപിച്ചു. ഷിത ജഗത്ത് ചേരുന്നു. ഷിത, ലീഗിന് വഴങ്ങുകയാണോ CPM അനുകൂല സംസ്ഥാന നേതാക്കൾ? അതായത് ഐക്യത്തിന് വേണ്ടി, സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി തങ്ങൾ ഏത് രീതിയിലുള്ള സമീപനങ്ങൾക്കും തയ്യാറാണ് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇന്നത്തെ ഏറ്റവും അവസാനമായിട്ട് ഇറക്കുന്ന പത്രക്കുറിപ്പിൽ പറയുന്നത് അത്തരം കാര്യങ്ങളാണ്. ഞങ്ങൾ സാദിഖ് അലി തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതെങ്കിലും പ്രസ്താവനകളോ കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല. അത് മാധ്യമ സൃഷ്ടിയാണ്. അദ്ദേഹത്തിനുണ്ടായ ഏതെങ്കിലും വിഷമങ്ങൾ ഉണ്ടായാൽ ഞങ്ങൾ അതിൽ ക്ഷമ ചോദിക്കുന്നു എന്നുള്ള പ്രസ്താവനയാണ് ഇവർ അവസാനമായിട്ട് മുക്കം ഉമർ ഫൈസിയും ഹമീദ് ഫൈസിയും അമ്പലക്കടവും അടക്കമുള്ള ആളുകൾ പത്രപ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ലീഗും സമസ്തയും അടുത്ത കാലത്തുണ്ടായ പരസ്പരമായ വിഭാഗീയത അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുടെ ബാക്കി പത്രങ്ങൾ കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ എന്നുള്ളത്. അത് ഒരിക്കലും ഞാൻ കഴിഞ്ഞ ഇത്തരത്തിലുള്ള ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുമ്പോഴും പറഞ്ഞിരുന്നു, ഇത് ഇന്നും നാളെയും അവസാനിക്കാൻ പോകുന്നതല്ല, ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കാനാണ് സാധ്യത. കാരണം ഇത് സമവായ ചർച്ചകൾ ഇടയ്ക്കിടയ്ക്ക് നടക്കുകയും വീണ്ടും ഇത്തരം കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഹമീദ് ഫൈസി അമ്പലക്കടവ്, അതുപോലെ തന്നെ ഉമർ ഫൈസി മുക്കം എന്നുള്ള സമസ്തയുടെ മുഷാവറ അംഗം, പ്രത്യേകിച്ചും CPM-ഉമായിട്ടുള്ള ഒരു അനുകൂല സമീപനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അത്തരം സമീപനങ്ങളിലൂടെ അവരുമായിട്ടുള്ള വേദി പങ്കിടലിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിത്വമാണ്. അങ്ങനെ CPM-ന്റെ വലിയൊരു പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ഭരണപരമായിട്ട് ഈ ഹമീദ് ഫൈസി അമ്പലക്കടവ് അടക്കമുള്ള ആളുകൾക്കും ലഭിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ്. മറുഭാഗത്ത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇത്ര കാലം ഉണ്ടായിരുന്നത് പോലെയുള്ള കാര്യങ്ങളല്ല. സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഇത്രയും കാലം ഉണ്ടായിരിക്കുന്ന സമീപനങ്ങളല്ല സാദിഖ് അലി തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. നേരത്തെ ഹൈദരലി തങ്ങളോ അല്ലെങ്കിൽ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോ ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഇപ്പോൾ സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിലേക്ക് മുസ്ലിം ലീഗ് മാറുമ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ഖാലിസ്ഥാനം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം നിലവിലുണ്ട്. പ്രത്യേകിച്ചും ഇത്തരം ആഘോഷങ്ങളിൽ മറ്റു വിഭാഗങ്ങളുടെ, മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പൂർണ്ണമായിട്ടും കണ്ണിച്ചേരുകയും അതിന്റെ കൂടെ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന സമീപനമാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ഖാലി എന്നുള്ള ഉത്തരവാദിത്വം എന്നുള്ള നിലയ്ക്ക് ഖാലിസ്ഥാനം അലങ്കരിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള ഒരു നിലപാട് സമുദായത്തിനിടയ്ക്ക്, മുസ്ലിം സമുദായത്തിനിടയ്ക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത്തരം കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും സമസ്തയ്ക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത് സമസ്തയ്ക്ക് മുസ്ലിം ലീഗിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ സഞ്ചരിക്കാൻ സാധ്യമല്ല എന്നുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു വിഷയവും പരിശോധിക്കുമ്പോൾ അത്യധികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ പോലും അത്യധികമായിട്ട് PK കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുടെ കണിശതയാർന്ന നിലപാടും ഈ ഒരു പ്രത്യേക വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്നുള്ളത് ഒരിക്കലും വിട്ട് കൊടുക്കാത്ത രീതിയിലാണ്. അതായത് പാണക്കാട് സാദിഖ് അലി തങ്ങളെയും പാണക്കാട് കുടുംബത്തെയും അപമതിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് സമസ്തക്ക് സാധ്യമല്ല. അത്തരം മുന്നോട്ട് പോക്കിട്ട് ശ്രമിക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ്, അത്തരം ഒരു കാര്യമാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത്, കുഞ്ഞാലിക്കുട്ടിയുടെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അങ്ങനെ അത്തരം കാര്യങ്ങളിൽ ഇപ്പോഴും ഇത്തരം ഒരു സമവായ ശ്രമത്തിലൂടെ ഒരു മാപ്പ് എന്നുള്ള രീതിയിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നു. പക്ഷേ ഇവിടെ മുക്കം ഉമർ ഫൈസി പത്രക്കാരോട് കാണുമ്പോൾ പറഞ്ഞ കാര്യം, ഞങ്ങൾ അത്തരം മാപ്പൊന്നും പറയാറില്ല എന്നുള്ള രീതിയിലുള്ള ഉത്തരങ്ങൾ, ഇത് പൂർണ്ണമായിട്ടും അവർ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കണമെന്നുള്ള ആവശ്യത്തോടു കൂടി ഒരു അനുകൂലമായ സമീപനമല്ല ഇത് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിലും വരും നാളുകളിലും ഇത്തരം ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന ബാക്കി ഈ ഒരു ഇരുവിഭാഗങ്ങളും, അതായത് സമസ്തയിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗിന്റെ അനുകൂലികളും ചേർന്ന് പരസ്പരം സോഷ്യൽ മീഡിയയിലടക്കം അല്ലെങ്കിൽ മറ്റു രീതിയിലടക്കം നടക്കുന്ന ഈ പോർവിളികൾ അല്ലെങ്കിൽ ഈ ഒരു വിഭാഗീയ പ്രശ്നങ്ങൾ, ഇത്തരം പ്രശ്നങ്ങൾ സാദിഖ് അലി തങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സമസ്തയുടെ ഉമർ ഫൈസി മുക്കം അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത.
ഏതായാലും സമസ്തയ്ക്ക് മുസ്ലിം ലീഗിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് അസാധ്യമാണ് എന്നുള്ള ഉത്തരങ്ങളാണ് ഇതിന്റെ അവസാനവുമായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്.